ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എക്സൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്. ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ആരൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു. എക്ക് ഈക്വൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. അപ്പോൾ ആദ്യം എയും ബിയും ചെക്ക് ചെയ്യണം കേട്ടോ. 2 ഉണ്ട്, 4 ഉണ്ട്, പക്ഷെ 8 ബിയിലില്ല. അപ്പോൾ എയും ബിയും ഈക്വൽ അല്ല. സി എടുത്ത് നോക്കുമ്പോൾ എയിൽ 2 ഉണ്ട്, പക്ഷെ സിയിൽ 2 ഇല്ല. അപ്പോൾ സിക്കും ഈക്വൽ അല്ല. ഇനി ഡി എടുത്ത് നോക്കുമ്പോൾ 2 ഉണ്ട്, 4 ഉണ്ട്, പക്ഷെ 8 ഇല്ല. ഡിയും എയും നോക്കുമ്പോൾ 8 ഇല്ല. ദെൻ ഇ എടുത്ത് നോക്കുമ്പോൾ 2 ഇല്ല, എഫ് എടുക്കുമ്പോൾ 2 ഇല്ല, ജി എടുക്കുമ്പോൾ 2 ഇല്ല, എച്ച് എടുക്കുമ്പോൾ 2 ഇല്ല. അപ്പോൾ എക്ക് ഈക്വൽ ആയിട്ട് ആരും ഇല്ല. അടുത്തത് ബീനെ എടുത്തു. ബീനെ ഇനി എനായിട്ട് ചെക്ക് ചെയ്യണോ? വേണ്ട, നമ്മൾ എനെ ബി ആയിട്ട് ചെക്ക് ചെയ്താണ്. അപ്പോൾ ബീനെ ഇനി ചെക്ക് ചെയ്യേണ്ട ബീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. ബിയിൽ 1 ഉണ്ട്, സിയിൽ 1 ഇല്ല, അപ്പോൾ സി വരില്ല. ഇനി ബിയിൽ 1 ഉണ്ട്, ഡിയിലും 1 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്, ഡിയിലും 2 ഉണ്ട്, ബിയിൽ 3 ഉണ്ട്, ഡിയിലും 3 ഉണ്ട്, ബിയിൽ 4 ഉണ്ട്, ഡിയിലും 4 ഉണ്ട്. അപ്പോൾ ബി ആർക്ക് ഈക്വൽ ആണ്? ഡിക്ക് ഈക്വൽ ആണ്. കാരണം ബിയിലെയും ഡിയിലെയും എല്ലാ എലമെൻറ്റുകളും സെയിം ആണ്. ബി ഇനി വേറെ ആർക്കെങ്കിലും ഈക്വൽ ആണോ? 1 1 2, പക്ഷെ ഇവിടെ 2 ഇല്ല. അപ്പോൾ ബീനെയും ചെക്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ആരെടുക്കാം? സി ആർക്കെങ്കിലും ഈക്വൽ ആണോ നോക്കാം. ഓക്കെ, ബാക്കൊക്കെ പോകേണ്ട, മുമ്പൊക്കെ പോയാൽ മതി. 4 ഉണ്ട്, 8 ഉണ്ട്, പക്ഷെ 8 ഇല്ല. ഡി പറ്റൂല. ദെൻ ഇവിടെ ഇത്രയും ടേംസ് ഉണ്ട്, ഇതിലൊക്കെ ഈ 2 ടേമുകളുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി ഡിയും അതേപോലെ തന്നെ, ഡിയിൽ 4 എലമെൻ്റ് ഉണ്ട്, ബാക്കിയുള്ളതിലൊക്കെ 2 എലമെൻറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഡിയും ചെക്ക് ചെയ്യേണ്ട. അടുത്തത് ഇ -1 1 ദാ -1 1 ഇ ഈക്വൽ ടു ജി. ഓക്കെ, ഈ എഫിന് ഈക്വൽ അല്ല, എച്ചിന് ഈക്വൽ അല്ല. ഇനി എഫോ ജിക്കും ഈക്വൽ അല്ല, എച്ചിനും ഈക്വൽ അല്ല. ജിയോ എച്ചിന് ഈക്വൽ അല്ല. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഈക്വൽ ആയിട്ടുള്ളത്? ബി ഈക്വൽ ടു ഡിയും ഇ ഈക്വൽ ടു ജിയും. ആ ഓർഡറിൽ ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ.